ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ ഇലത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ തോരൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയറിൻ്റെ ഇലയും അതിൻ്റെ വേരും അതുപോലെ തന്നെ തണ്ടൊക്കെ വെച്ചിട്ടാണ്. ഇത് മൈക്രോഗ്രീൻ ചെയ്തെടുത്തിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ഇതിപ്പോൾ മുളച്ചിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഇതിൻ്റെ അകത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് മുളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഒന്ന് വെള്ളം പോക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് വേരോട് കൂടി തന്നെയാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് 2 വെള്ളത്തിലൊന്ന് കഴുകിയാൽ മതി. അപ്പോൾ നമുക്കിതിൽ മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും കഴുകി പോക്കാനൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ വേരോട് കൂടി തന്നെ ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ 2 വാഴക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ വാഴക്കയാണെങ്കിൽ 1 മതി. ഇതിപ്പോൾ ചെറുതായത് കാരണം 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാഴക്ക ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിനേക്കായിട്ട് ഞാൻ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 3 വറ്റൽമുളക്, 4 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമ്മുടെ ചെറുപയർ ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മണ്ണ് പോലും നമുക്ക് ആവശ്യമില്ല. ടിഷ്യൂ പേപ്പറിനകത്ത് നമ്മൾ മുളപ്പിച്ച ചെറുപയർ ഇട്ടിട്ട് ഒരാഴ്ച കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കേണ്ട ഒന്നാണ് പച്ച ഇലക്കറികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും സേഫായിട്ട് നമുക്ക് ചെറുപയർ ഇല വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചീരയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് എത്രത്തോളം ഫ്രഷാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ അതായിരിക്കും. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയറിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം കൂടി ഉള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറുപയർ ഇലയിനകത്ത് വളരെ കുറഞ്ഞ കലോറിയാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു തോരനാണിത്. അപ്പോൾ ഇതിങ്ങനെ തോരൻ വെച്ച് കഴിക്കാനും വെറുങ്ങനെ സാലഡായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ സാലഡായിട്ട് കഴിക്കാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഡൈജഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാനിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇത് പ്രോട്ടീൻ്റെ ഒരു കലവറയാണെന്ന് തന്നെ പറയാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം, നമ്മൾ വാഴക്ക ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം. ആ വാഴയ്ക്കൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ വാടി നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുപയർ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു തോരൻ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു വിഷയവും ഇപ്പത്തിൽ മണ്ണിലൊന്നും കൊണ്ടുപോയി നടേണ്ട ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.